ഹലോ ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ ഈ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ? എന്നാലേ ഇന്ന് നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു വീക്കെൻഡാണ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒരു ഗെറ്റ് ടുഗദറിന് വേണ്ടി പോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മേക്കപ്പാണിത്. പുറത്ത് നല്ല വിൻ്റർ ആണെന്നുണ്ടെങ്കിലും നമുക്ക് അകത്ത് കുറച്ച് ട്രഡീഷണൽ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ പോകുമ്പോൾ നമുക്കൊരു ജാക്കറ്റ് ഇട്ട് ഒന്ന് കവർ ചെയ്തിട്ട് പോകാം. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ വേറൊരു സ്പെഷ്യൽ പ്രോഡക്റ്റിൻ്റെ ഒരു റിവീലും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ടും കാണണേ. അപ്പോൾ താമസിക്കേണ്ട, നമുക്ക് പോയി ഒരുങ്ങിയിട്ട് വന്നാലോ. അപ്പോൾ ലുക്ക് ഇഷ്ടമായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഈ ഒരു ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മുടെ ഇൻട്രോയിൽ കണ്ട ആ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ചെയ്യാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് സ്കിൻ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. സ്കിൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഡിയോറിന്റെ ക്യാപ്ചർ ടോട്ടൽ എന്ന് പറയുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. നിങ്ങളുടെ ഫേസിന് ചേർന്ന് ഏത് മോയ്സ്ചറൈസർ വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങളുടെ ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാം. നിങ്ങളോടൊരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊരു ലാറ്റിന മേക്കപ്പ് ചെയ്തിട്ട് ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫൗണ്ടേഷന്റെ ബ്രഷ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടായിരുന്നു. മീൻസ് ആ ടൈമിലല്ല, അതിന് മുന്നേ. അത് കാരണം എനിക്ക് കുറച്ച് പണി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ ആകാശത്ത് 3 നക്ഷത്രങ്ങൾ ഇങ്ങനെ നിരന്ന് നിൽപ്പില്ലേ, അത് കണക്ക് 3 പേര് എന്നെ ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. നോർമലി ഒന്നുകിൽ ഷുഗർ കൂടുതൽ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ പീരീഡ്സിന്റെ സമയത്തുമാണ് എനിക്കിങ്ങനെ കുരു വരാറുള്ളത്. ഇത്തവണ എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ എനിക്കിത് എൻ്റെ മുഖത്ത് വന്ന പണികളാണ് ഈ കാണുന്നത്. പിന്നെ ഈ ഒരു വീഡിയോയിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടി എനിക്ക് ട്രൈ ചെയ്യാനുണ്ട്. ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറെ നാളായിട്ട് വിചാരിക്കുന്നു, പക്ഷെ ടൈം കിട്ടുന്നില്ല. അപ്പൊ ഈ ഒരു അവസരത്തിൽ അവനെയും കൂടി ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താമെന്ന് ഞാൻ വിചാരിച്ചു. സംഗതി ഒരു വൈറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്രിസ്മസിന് മുന്നേ ഓർഡർ ചെയ്ത് വാങ്ങിയ ഒരു പ്രോഡക്റ്റ് ആണ്. സംഭവം ജാനുവരിയിൽ എൻ്റെ കയ്യിൽ ഇത് എത്തിയെങ്കിലും ഇതുവരെയും വീഡിയോ ചെയ്യാനായിട്ട് എനിക്കൊരു സൗകര്യം കിട്ടിയില്ല. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ആ ഒരു കാര്യം കൂടി നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. അപ്പോൾ സ്കിൻ പ്രിപ്പ് കഴിഞ്ഞ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി സൺസ്ക്രീൻ. ഞാൻ ഇവിടെ ഒരു ഫോൺ വെച്ചിട്ടുണ്ട് കേട്ടോ, കാരണം എനിക്ക് ക്യാമറയിൽ നോക്കി ചെയ്യാനായിട്ട് അത്ര അങ്ങോട്ട് വശമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോണിലും കൂടി നോക്കുന്നുണ്ടാവും. എന്നോട് അങ്ങ് ക്ഷമിച്ചേക്കും. അടുത്തതായിട്ട് ഈ ഒരു SPF ഉള്ള ഒരു ലിപ് ബാമും കൂടി ഞാനൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റേജിൽ തന്നെ. ശരിക്കും ഇത് നന്നായിട്ട് തന്നെ ബോദർ ചെയ്യുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയായിട്ടുണ്ടല്ലേ ഈ ഒരു 3 പിമ്പിൾസ്. കുഴപ്പമില്ല, നമുക്ക് സാലിസിലിക് ആസിഡും ബാക്കി പ്രോഡക്ട്സ് ഒക്കെ വെച്ച് ഒന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ എൻ്റെ സ്കിൻ പ്രിപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്രൈമർ അപ്ലൈ ചെയ്യാം. എൻ്റെ ഫേസ് ഡ്രൈ ആയതുകൊണ്ട് തന്നെ എപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്താലും പ്രൈമർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ എൻ്റെ ആ ഒരു പ്രോഡക്റ്റ് എല്ലാം കേക്കി ആവാനുള്ള ഒരു ടെൻഡൻസി വളരെ കൂടുതലാണ് ഫേസിൽ. ഫൗണ്ടേഷൻ ഒക്കെ ആണെങ്കിലും കുറച്ച് കഴിയുമ്പം ഇങ്ങനെ വല്ലാതെ പിരിവിരയെന്നിരിക്കാൻ തുടങ്ങും. അതെനിക്ക് അത്ര അങ്ങോട്ട് കംഫർട്ടബിൾ ആവത്തില്ല. പിന്നെ മേക്കപ്പ് ചെയ്തതിൻ്റെ ആ ഒരു സുഖം അങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് ആദ്യം പ്രൈമർ അപ്ലൈ ചെയ്യാം. സിമ്പിൾ മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ അധികം ടൂൾസ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. എല്ലാം കൈകൊണ്ടൊക്കെ തന്നെയാണ് മാക്സിമം അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ബ്രഷിൽ നിന്ന് പണി കിട്ടിയത് കൊണ്ടല്ല. ഇനി നമുക്ക് അവനെ പുറത്തെടുത്താലോ. ഇവനാണ് ഞാൻ പറഞ്ഞ 11. ഈ ഒരു ട്വിറ്റർ മേക്കപ്പിന്റെ ഒത്തിരി വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഒത്തിരി വൈറലായ ഒരു പ്രോഡക്റ്റ് ആണെന്ന് എനിക്കറിയാം. എനിക്ക് ഇത് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് ഇവിടെ വാൾമാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ ഇതൊരു കൊറിയൻ സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. കാരണം ഞാൻ എപ്പോഴും സെഫോറയുടെ സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എനിക്കൊരു ചേഞ്ച് ആയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഞാൻ തീരുന്ന അപ്പൊ എനിക്ക് ഇനഫ് ആയിട്ടുള്ള സെഫോറയുടെ പ്രോഡക്റ്റ് ബാക്കപ്പ് ഉണ്ടായിരുന്നു. അത് തീരുന്നതിനനുസരിച്ചിട്ട് എനിക്ക് കൊറിയൻ സ്കിൻ കെയറിലേക്ക് ഒന്ന് ട്രാൻസ്ഫോം ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചിട്ട് എൻ്റെ ഫേസ് മാസ്ക് തീർന്നു. അപ്പം ഞാനൊരു ഫേസ് മാസ്ക്, ലിപ് ബാം, പിന്നെ ഒരു മോയ്സ്ചറൈസർ, പിന്നെ ഈ ഒരു ട്വിറ്റർ മേക്കപ്പും കൂടിയാണ് വാങ്ങിയത്. ഇത് കറക്റ്റ് ഷെയ്ഡാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതിനകത്തുള്ള ആ ഒരു ഷെയ്ഡ് ഫൈൻഡർ വെച്ചിട്ടൊന്നും എനിക്ക് വലിയ അങ്ങോട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല. എന്നാലും നമുക്ക് നോക്കാം. ഈ ഒരു ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ ഈ ഒരു കുഞ്ഞൊരു പാക്കറ്റൊക്കെ. ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് എങ്ങനെയായിരിക്കും എന്നൊക്കെ എനിക്കൊരു ഐഡിയ ഉണ്ട്. ഇത് മിനി സൈസ് ആണ് കേട്ടോ. കാരണം എങ്ങനെയായിരിക്കും എൻ്റെ ഫേസിന് ഇതൊന്നും അറിയത്തില്ലാത്തത് കൊണ്ട് ഞാനൊരു കുഞ്ഞു സൈസ് മാത്രമേ വാങ്ങിയെടുത്തോളൂ. അടിപൊളി കളറാണ് കേട്ടോ. കണ്ടാൽ നല്ലൊരു ലക്ഷറി ലുക്കൊക്കെ തോന്നുന്നുണ്ട്. സംഭവം എങ്ങനെയാണെന്ന് ഇനി നോക്കാം. എൻ്റെ സ്കിന്ന് വാം അണ്ടർടോൺ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ 34N പീക്കൻ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സ്യൂട്ട് ആവും ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത്. ഈ ഒരു പഫും കൂടി വരുന്നുണ്ട്. നമുക്ക് വേറെ പ്രോഡക്റ്റ് ഒന്നും വേണ്ട, അതായത് ബ്രഷ് ഒന്നും വേണ്ട. ഇത് വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യുന്നതായിട്ടാണ് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ഈ ഒരു പാക്കിംഗ് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട്, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. കുറച്ച് ഡാർക്ക് ആയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എക്സസ് ആവുന്ന പ്രോഡക്റ്റ് ഇവിടെ ഇങ്ങനെ ടാപ്പ് ചെയ്യാനും പറ്റും. വാവ്, അടിപൊളിയാണ് കേട്ടോ. നല്ല കവറേജ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഇവർ പറയുന്നത് പോലെ തന്നെ ഒരു കുഷനി ഫീലിംഗ് ഉണ്ടല്ലോ, അത് ഫേസിൽ നന്നായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ എടുത്തത് ഇച്ചിരി കൂടിപ്പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാൽ നമുക്കിതിനെ അങ്ങ് ഈവനാക്കി ഒന്ന് പരത്തി തേക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ഇപ്പം നോക്കിയാൽ എൻ്റെ ഫോർഹെഡും ഈ ഒരു സൈഡും തമ്മിൽ എന്ത് നന്നായിട്ട് അത് കവറാകുന്നുണ്ടെന്നുള്ളത് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ വിചാരിച്ചതുപോലെയല്ല എൻ്റെ സ്കിന്നിന് ഈ ഒരു ഷെയ്ഡ് ചേരുന്നുണ്ട്.
സംഭവം ഈ ഹൈപ്പ് ഇതിന് വർത്താണ് കേട്ടോ. എന്തായാലും എനിക്കിഷ്ടമായി. ഇനിയും ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ കുറച്ച് വരെ കാണത്തുള്ളൂ എന്ന് എനിക്കറിയാം. എന്നാലും ട്രൈ ചെയ്യുന്നവരോട് സൂപ്പറാണിത്. അപ്പോൾ അതേ ഞാനിത് ഫേസിൽ മൊത്തം ഈവനായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പിമ്പിൾസിനെ ഇന്ന് ഞാൻ അധികം അങ്ങോട്ട് ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ഇപ്പം ഞാൻ നോർമലി കുറച്ച് എലാബറേറ്റ് ചെയ്തിട്ടുള്ള മേക്കപ്പ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇതിനെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇട്ട് മറച്ചേനെ, മീൻസ് കൺസീലർ ഇട്ട് മറച്ചേനെ. പക്ഷെ ഇന്ന് അതിനെ ഞാൻ അങ്ങനെ തന്നെ വിടുവാണ്. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്കാണ്. സോ പിമ്പിൾസ് അവിടെ തന്നെ നിന്നോട്ടെ. ബാക്കി എല്ലാം നന്നായിട്ട് കവർ ആയിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം കവറേജ് എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. നന്നായിട്ടുണ്ട് ഇത് 34N പീക്ക് എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ചെറുതായിട്ട് എൻ്റെ മൂക്കിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ദേ ഒരു ബ്രൗൺ ഐബ്രോ പെൻസിലാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് ഞാൻ ദേ മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ 2 ലൈൻ ഇട്ട് കൊടുക്കും. എൻ്റെ മൂക്ക് കുറച്ച് ഫേസിനെക്കാളും ഇച്ചിരി വലിയതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് എലവേറ്റ് ആയതുപോലെ തോന്നും ഈ ഒരു മൂക്കിൻ്റെ പാലം. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ഇത് എൽഫിൻ്റെ ബ്ലഷാണ്. കാമോ ലിക്വിഡ് ബ്ലഷ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഒരു ഷെയ്ഡ് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അത്യാവശ്യം ഒരു 2 ഡ്രോപ്പിലൊക്കെ തന്നെ നമുക്ക് നന്നായിട്ട് ഇത് കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് നന്നായിട്ട് നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഇത് കുറച്ച് ആപ്പിൾ ചീക്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഡയറക്ഷനിലാണ് ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചീക്സ് കുറച്ച് ഇങ്ങനെ എലവേറ്റ് ആയി നിൽക്കുന്നത് പോലെ തോന്നും. ഇപ്പോൾ എങ്ങനെയുണ്ട്, ഒരു നാച്ചുറൽ ലുക്ക് തോന്നുന്നല്ലേ. നമ്മൾ ഒത്തിരി ഇങ്ങനെ ബ്ലഷ് അടിച്ചു വാരി ഇട്ടതുപോലെ തോന്നത്തുമില്ല. ഇത് നന്നായിട്ട് ഇവിടെ ഒന്ന് ഒതുങ്ങിയതുപോലെ നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ കിട്ടിയൊരു ലുക്ക്. അപ്പോൾ അടുത്തത് നമുക്ക് കണ്ണിനെ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഞാൻ അതിനായിട്ട് ഈ ഒരു ഐഷാഡോ പാലറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഏവോൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. ഇതെൻ്റെ ഒരു ബേസിക് ഐഷാഡോ പാലറ്റ് ആണ്. എനിക്കിപ്പം ഡിഫോൾട്ടായിട്ട് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ആണെങ്കിലും ബേസിക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കളേഴ്സാണ് ഇത്. അത് എൻ്റെ സ്കിന്നിന് സ്യൂട്ടബിൾ ആവുന്നതുമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് കണ്ണൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പ്രത്യേകിച്ച് വേറെ ആക്സസറീസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. എൻ്റെ ഫിംഗർ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിനെ ഞാനൊരു ബേസ് ലെയർ ആയിട്ട് ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഒരു ഒറ്റ ഡാബിൽ വന്ന സാധനം വെച്ചിട്ടാണ് ഞാൻ ഈ ഐലിഡ് മൊത്തം ചെയ്യുന്നത്. ഇതിൻ്റെ തന്നെ ഒരു ചെറിയൊരു കുഞ്ഞു ഡാബ് എടുത്തിട്ട് അടിയിലും കൂടി ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ്. ഇതിൻ്റെ തന്നെ ഒരു ഷിമറി ഷെയ്ഡും കൂടി ഇതിനകത്തുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഷിമറി ഷെയ്ഡ് എപ്പോഴും നമ്മൾ ഈ ഒരു കോർണറിൽ നിന്നും ഡാർക്ക് ഷെയ്ഡ് ഇവിടെ ഒന്നും അപ്ലൈ ചെയ്യണം എന്നാണ് പറയാറ്. ഇനി ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് കണ്ടില്ലേ, ഇതിനെ ഞാൻ ഈ ഒരു ഔട്ടർ കോർണറിൽ നിന്ന് കുറച്ചിങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വൈറ്റ് ഷെയ്ഡ് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ കണ്ണിൻ്റെ ഇന്നർ കോർണറിൽ ഒന്ന് ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ കണ്ണ് നമുക്കൊന്ന് നല്ല വിടർന്ന് നിൽക്കുന്ന ആ ഒരു ഫീല് തോന്നും. പിന്നെ ഇതിൻ്റെ തന്നെ കുറച്ചെടുത്തിട്ട് നമുക്ക് ഈ മൂക്കിൻ്റെ പാലത്തിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതൊരു ഹൈലൈറ്റർ പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നന്നായിട്ട് ഒന്ന് എലവേറ്റ് ചെയ്ത് നല്ല ബൂസ്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അടുത്ത നമുക്ക് കാജൽ അപ്ലൈ ചെയ്യാം. ഇത് ലാക്മേയുടെ ഐക്കോണിക് കാജലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് വാട്ടർ ലൈൻ ഒന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ്. താഴത്തെ വാട്ടർ ലൈൻ മാത്രമാണ് ഞാൻ എപ്പോഴും എഴുതാറ്. കാരണം മുകളിൽ എഴുതിയാൽ എൻ്റെ കണ്ണുനീര് വന്നിട്ട് മൊത്തം കുളവാവും. അതുകൊണ്ട് അത് ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. അടുത്ത് ഞാൻ വേറൊരു ഐഷാഡോ പാലറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും എൽഫിൻ്റെ തന്നെയാണ്. ഒത്തിരി നല്ല ഷെയ്ഡ്സ് ഉള്ള ഒരു ഐഷാഡോ പാലറ്റാണ്. ഇതിന് ഞാൻ ഈ ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഇതിൻ്റെ താഴെ ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ സ്മഡ്ജി ആവാതെ ഇവിടെ ഇങ്ങനെ സ്പ്രെഡ് ആവാണ്ട് നന്നായിട്ട് തന്നെ അങ്ങ് കീപ്പ് ചെയ്തോളും. അപ്പോൾ അടിയിലെ ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി മുകളിൽ നമുക്ക് ഒരു ഐലൈനർ എഴുതി കൊടുക്കാം. ഇത് കവർ ഗേളിൻ്റെ ഒരു ഐലൈനറാണ്. ഇതിൻ്റെ ഈ ഒരു ടിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പൊതുവേ ഐലൈനർ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ്. കാരണം 2 കണ്ണ് 2 രീതിയിലായി പോവാറുണ്ട്. ഇതിൻ്റെ ഈ ഒരു ടിപ്പ് കുറേയേറെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നിവിടെ ഞാൻ സിമ്പിളായിട്ടുള്ളൊരു തിൻ ലെയർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കണ്ണ് രണ്ടും ഞാൻ എഴുതി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാനൊരു മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 3 കോട്ടിങ് വെച്ചിട്ട് ഈ ഐലിഡിലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കണ്ണിൻ്റെ ലുക്ക്. ഇനി നമുക്ക് ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ ഫേസിൽ എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം ഐബ്രോസ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ അത് ഏറ്റവും ലാസ്റ്റിലത്തേക്ക് വെച്ചേക്കുമായിരുന്നു. ഇത് കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഇത് കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്ന ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് സിമ്പിളായിട്ട് നമ്മളൊരു മേക്കപ്പ് ചെയ്യുന്ന ട്യൂട്ടോറിയലാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഐബ്രോസ് ഒന്ന് ഡിഫൈൻ ചെയ്യാം. ഐബ്രോസ് ഡിഫൈൻ ചെയ്യാനായിട്ട് ഞാനൊരു ഐബ്രോ പെൻസിലും അതുപോലെ തന്നെ ഐഷാഡോ പാലറ്റിൽ നിന്നുള്ള ഒരു ബ്ലാക്ക് കളറുമാണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും ഫസ്റ്റ് നമുക്ക് ഐബ്രോസിനെ ഒന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കാം.
ജസ്റ്റ് ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം ഫേസിനെ നന്നായിട്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ശരിക്കും ഐബ്രോസ് ആണ് ഫേസിന്റെ ആ ഒരു മൊത്തത്തിലുള്ള ലുക്ക് ഡിഫൈൻ ചെയ്യുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഈ ഒരു ഐബ്രോ പെൻസിലിട്ട് ഇതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുവാണ്. ഇത് ശരിക്കും ബ്ലാക്ക് ഷെയ്ഡ് അല്ല കേട്ടോ, ഇതൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് ഈ ഒരു കളർ വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, കാണുമ്പോൾ കുറച്ച് വീടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ശരിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഞാനൊരു കറുത്ത ഒരു ഐഷാഡോ പാലറ്റിൽ നിന്നുള്ള ഷെയ്ഡ് വെച്ചിട്ട് ഇതിനെ ഫില്ല് ചെയ്ത് കൊടുക്കുവാണ്. ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു ഫസ്റ്റ് തുടങ്ങുന്നിടത്ത് കുറച്ചൊന്ന് ലൈറ്റായിട്ടേ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ മൊത്തത്തിലൊരു ഫണ്ണി ഫീലിംഗ് ആയിരിക്കും തോന്നുക. ഇതിലേക്ക് നമ്മൾ ഒത്തിരി ബ്ലാക്ക് കളർ ആഡ് ചെയ്ത് ഒരു തരം വരച്ചു വെച്ചതുപോലെ ആക്കുകയും ചെയ്യരുത്. കുറച്ച് ഷെയ്ഡ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഫൈനലി ഞാൻ ഇതിന് ജസ്റ്റ് ഒരു കൺസീലർ വെച്ച് ഒന്ന് ഡിഫൈൻ ചെയ്ത് ബ്ലെൻഡ് ആക്കി എടുക്കും. കാരണം അതുകൊണ്ടാണ് ഞാൻ ഈ ഐബ്രോസ് ലാസ്റ്റ് വെച്ചിരുന്നത്. ഇതിനെ ഞാൻ കുറച്ചധികം പണിഞ്ഞിട്ടേ പോകാറുള്ളൂ എപ്പോഴായാലും പുറത്ത് പോകുമ്പോഴത്തേക്കും. ജോലിക്ക് പോകുമ്പോൾ അത്രയൊന്നും ശ്രദ്ധിക്കാറില്ല കേട്ടോ. എൻ്റെ വർക്കിന് പോകുമ്പോൾ ഒരു മേക്കപ്പ് ലുക്ക് ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. എൻ്റെ ജോലിയുടെ നേച്ചർ വെച്ചിട്ട് എനിക്ക് അത് മതി എന്ന് തോന്നിയിട്ടുള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇനി ഇതിനെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ആക്കി എടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ആദ്യമേ നമുക്ക് ഒത്തിരി ഇത് തിക്കായിട്ട് തോന്നുമെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇതൊന്ന് കറക്റ്റ് ഡിഫൈൻ ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി ഞാൻ ഇപ്പുറത്തതും കൂടി ശരിയാക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനലി നമുക്ക് കിട്ടിയ ഒരു ഔട്ട്പുട്ട്. അപ്പോൾ ഇനി നമുക്ക് ലിപ്സും കൂടി ബാക്കിയുള്ളൂ. ഞാനെപ്പോഴും ലിപ്സ്റ്റിക് ഒരു ബ്രഷിൽ അപ്ലൈ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ നയൻതാരയുടെ ഒരു ഹാക്ക് യൂസ് ചെയ്യാറുണ്ട്. അത് രണ്ടും എനിക്ക് നല്ല എഫക്റ്റീവ് ആയിട്ട് തോന്നാറുണ്ട്. പ്ലെയിൻ ആയിട്ട് നമ്മളൊന്ന് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും. പിന്നെ എൻ്റെ ഈ ഒരു അപ്പർ ലിപ്പ് ചെറുതായതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ ലിപ്പ് ഡിഫൈൻ ചെയ്ത ഒരു ലിപ്പ് ലൈനർ വെച്ച് വരച്ചതിന് ശേഷമാണ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അത്യാവശ്യം ഒരു ന്യൂഡ് അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഒരു സ്കിൻ ടോണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇബാബ് കോസ്മെറ്റിക്കിന്റെ ലിപ്സ്റ്റിക് ആണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതാണ് ഇതിന്റെ സ്പൈസി ന്യൂഡ് എന്ന് പറയുന്ന ഒരു ഷേപ്പാണ്. ശരിക്കും ഈ ഒരു ബ്രൗൺ സ്കിൻ ഉള്ളവർക്ക് നന്നായിട്ട് ചേരുന്ന ഒരു ഷെയ്ഡാണ്. ഇത് എൻ്റെ ഒരു എവറിഡേ ലിപ്സ്റ്റിക് ആണ്. എൻ്റെ ഒരു ബ്രൗൺ സ്കിന്നിന് ചേർന്ന ലിപ്സ്റ്റിക്കിന്റെ കളക്ഷൻസ് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ലിപ്പിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. ആദ്യമായിട്ട് ആ ലിപ്പ് ലൈനർ ഇട്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് അപ്പർ ലിപ്പിൽ ഒന്ന് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്, ലോവർ ലിപ്പിൻ്റെ ബോർഡറിൽ. അതായത് എൻ്റെ ലിപ്പിൽ നല്ല പിഗ്മെൻറ്റഡ് ആയിരിക്കുന്ന പാർട്സിലൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം. ചെറുതായിട്ട് ഞാൻ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫേസിൻ്റെ ടോട്ടൽ ലുക്ക് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്കിതിൽ ഡ്രസ്സും ആക്സസറീസും ഒക്കെ ഇട്ടൊന്ന് സ്റ്റൈൽ ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ലൂസാക്കി ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടേക്കുവാണ്. കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിന്ന് ഞാൻ പെയർ ചെയ്യാനായിട്ട് സിൽവർ ഓക്സിഡൈസ് ചെയ്തിട്ടുള്ള ആക്സസറീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ലോങ് നെക്ലസ് ആണ് ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഫൈനലി കമ്മൽ, റിങ്ങും കൂടെ ഉണ്ട് കേട്ടോ. ഒരു കുഞ്ഞ് ജിമ്മിക്കാണ് ഇടുന്നത് ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.